നമസ്കാരം, ലൈവ് വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിന് ദിവ്യ എന്ത് പിഴച്ചു? അത്ര വലിയ സത്യസന്ധനായിരുന്നുവെങ്കിൽ ജീവനോടെ ഉണ്ടാകണമായിരുന്നു. നിയമവഴിയിലൂടെ പോരാട്ടം നടത്തി താൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അല്ലാതെ ഒരു മുഴം കയറിൽ ജീവൻ അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ ആ കുടുംബം നവീൻ ബാബു തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാൻ ഓടി നടക്കുമ്പോൾ ദിവ്യയ്ക്ക് നേരെ തിരിയുന്നത് എന്തിനാണ്? നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നേരെ വിഷം ചീറ്റുകയാണ് CPMകാർ. ആ കുടുംബത്തെ വേട്ടയാടുകയാണ്. ഇവർ ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കാനും ദിവ്യയെ വെളുപ്പിച്ചെടുക്കാനും വേണ്ടി എന്തിനാണ് ആ കുടുംബത്തെ വീണ്ടും വീണ്ടും കുത്തിനോവിക്കുന്നത്? സൈബർ ഇടത്തിൽ വെട്ടുകിളി കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങാൻ ഇപ്പോൾ ഒരു കാരണമുണ്ടായത് പോരാളി ഷാജി ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചതാണ്. പക്ഷേ നവീൻ ബാബുവിന്റെ കുടുംബത്തെ വീണ്ടും കുത്തിനോവിക്കുകയാണ് പോരാളി ഷാജിയും കൂട്ടരും കൂടി ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റ് പലരും ഷെയർ ചെയ്യുകയാണ്. അതായത് CPM ഗുണ്ടകൾ തന്നെ പലയിടങ്ങളിലായി ഷെയർ ചെയ്യുകയും അതിന് താഴെ ഈ സൈബർ കമ്മി ഗുണ്ടകൾ വീണ്ടും ആ കുടുംബത്തെ വേട്ടയാടുന്ന തരത്തിലുള്ള കമന്റുകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. നവീൻ ബാബു ചത്തതിന് ദിവ്യ എന്ത് പിഴച്ചു എന്നുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്നു. മഞ്ജുഷ കൂടുതൽ കിടന്ന് വിളയരുത് എന്നുള്ള കമന്റുകൾ വരുന്നു. എത്രത്തോളം മോശമായിട്ടാണ് ഇവർ വീണ്ടും ആ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നതെന്ന് കേരളം കാണുക. ആദ്യം നമുക്ക് പോരാളി ഷാജി പങ്കുവെച്ച ആ കുറിപ്പ് ഒന്ന് നോക്കാം. നവീൻ ബാബു എന്ന പേര് ഇന്ന് കേട്ടാൽ തിരിച്ചറിയാത്ത മലയാളികൾ വിരളമായിരിക്കും. PP ദിവ്യ എന്ന പേര് ഇന്ന് രാഷ്ട്രീയത്തിന്റെ 7 അയലത്ത് വരാൻ താല്പര്യമില്ലാത്ത ന്യൂജൻ പിള്ളേർക്ക് പോലും അറിയാം. ഇതാണ് അവസ്ഥ. ആത്മഹത്യ ചെയ്തയാൾ കളക്ടറല്ല. PP ദിവ്യ ആരെയും കൊന്നിട്ടുമില്ല. പക്ഷേ അങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും സൃഷ്ടിക്കപ്പെട്ട പൊതുബോധം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. കാരണമായി പറയുന്നത് അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് വേളയിൽ അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ നടത്തിയ പ്രസംഗമാണ്. ജനപ്രതിനിധിയുടെ അപക്വമായ പെരുമാറ്റം എന്നതിൽ കവിഞ്ഞ് ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും നിലനിൽക്കില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. എന്നിരുന്നാലും കേരളത്തിലെ ഇന്നലെ ജനിച്ചു വീണ കുഞ്ഞുവരെ ഒരിക്കലും മറക്കാത്ത ഒരു പേരാക്കി മാറ്റിക്കൊണ്ട് PP ദിവ്യയെ മലയാള മാധ്യമങ്ങളും കേരള പൊതുസമൂഹവും നേരിട്ടു. അവരെ കീഴ്ക്കോടതി റിമാൻഡിൽ വിട്ടു. ദിവ്യ ജയിലിൽ കഴിഞ്ഞു. പിന്നീട് മേൽക്കോടതി ജാമ്യം നൽകി. കോടതിയുടെ അന്വേഷണ പരിധിയിലുള്ള കേസാണ്. കേസ് അന്വേഷണം പൂർത്തിയാക്കി സത്യം പുറത്തു വരട്ടെ. എന്നാൽ വയനാട് സുൽത്താൻ ബത്തേരിയിൽ ആത്മഹത്യ ചെയ്ത ജില്ലാ കോൺഗ്രസ് ട്രഷററുടെ പേര് കേരളത്തിലെ എത്ര ശതമാനം ജനങ്ങൾക്ക് അറിയാമായിരിക്കും? 10%. പോട്ടെ, 1% NM വിജയൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പലവിധമാനമായ ഡിസിപ്ലിനുകളിൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സമയം തായം കളിക്കുന്ന എത്ര പേർക്ക് NM വിജയൻ എന്ന പേരറിയാം? അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മാനസിക വെല്ലുവിളി നേരിടുന്ന മകന് വിഷം നൽകിക്കൊണ്ടാണ്. തന്റെ മരണശേഷം അങ്ങനെ ഒരു മകൻ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചാകണം. ആ മകന്റെ പേര് എത്ര പേർക്കറിയാം? ഞാൻ ഈ പോസ്റ്റ് എഴുതാൻ വേണ്ടി ദേശാഭിമാനി വാർത്ത തിരഞ്ഞപ്പോഴാണ് മകന്റെ പേര് ജിജേഷ് ആണെന്ന് മനസ്സിലായത്. എനിക്ക് ഉറപ്പുണ്ട് 3.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ 0.5% മനുഷ്യർ പോലും, എന്തിന് 1 ലക്ഷം പേര് പോലും കൊല്ലപ്പെട്ട ഈ ജിജേഷ് എന്ന പേര് കേട്ട് കാണില്ല എന്ന് ഓർക്കണം. ഈ DCC ട്രഷററെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഒരു ജനപ്രതിനിധി കൂടിയായ കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന കൊടിയ അഴിമതിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിലും സഹകരണ സ്ഥാപനത്തിലും ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും ലക്ഷങ്ങൾ പിരിച്ച് കോടിക്കണക്കിന് രൂപ IC ബാലകൃഷ്ണൻ MLAയെയും ജില്ലാ കോൺഗ്രസ് നേതാക്കളെയും ഏൽപ്പിക്കുന്നു. വെറും ആരോപണമല്ല, ജോലി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് 30 ലക്ഷം രൂപ കൈപ്പറ്റിയതിന്റെ എഗ്രിമെന്റ് മുദ്രപത്രത്തിൽ എഴുതി അറ്റസ്റ്റ് ചെയ്ത തെളിവ് റിപ്പോർട്ടർ TV ഇന്ന് കാണിക്കുകയുണ്ടായി. അതിൽ കൃത്യമായി കോടതി വ്യവഹാര ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് 30 ലക്ഷം രൂപ കൈപ്പറ്റി IC ബാലകൃഷ്ണന് കൈമാറിയെന്ന്. ജോലി നൽകാൻ സാധിക്കാത്ത പക്ഷം പലിശ സഹിതം പണം തിരിച്ചു നൽകുമെന്നും ആ ഉത്തരവാദിത്തം മരണപ്പെട്ട ട്രഷറർ NM വിജയനാണെന്നും. ഇതൊരു ഉദ്യോഗാർത്ഥിയുടെ മാത്രം കാര്യമാണ്. ഇത്തരത്തിൽ പലരിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങി കോടിക്കണക്കിന് രൂപയാണ് ജില്ലാ കോൺഗ്രസ് ചുമതല കൂടിയുള്ള സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണന് ലഭിച്ചത്. എന്നാൽ ജോലിയോ കോഴപ്പണമോ തിരിച്ചു നൽകാതെ MLA NM വിജയനെ കരുവാക്കി പണം പൂഴ്ത്തി.
NM വിജയനോട് പണം തിരികെ ചോദിച്ച് പണം നൽകിയവർ വീട്ടിലെത്താൻ തുടങ്ങി. തിരിച്ചു കൊടുക്കാനുള്ള കോടികളുടെ കണക്കുകളടക്കം വിവരങ്ങൾ വിജയൻ KPCC പ്രസിഡന്റ് K. സുധാകരനെ അറിയിച്ചു. സുധാകരനും തിരിഞ്ഞു നോക്കിയില്ല. പങ്കുകാർ എങ്ങനെ തിരിഞ്ഞു നോക്കാൻ? ഒടുവിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകന് വിഷം നൽകി അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രണ്ടുപേരും കൊല്ലപ്പെട്ടു. ഈ MLAയോട്, അയാളുടെ പാർട്ടി നേതാക്കളോട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചത് തൂവൽ കൊണ്ടടിച്ചാൽ വേദനിക്കുമോ എന്ന് സൂക്ഷിച്ചാണ്. IC ബാലകൃഷ്ണൻ ഇന്നലെയും ഇന്നുമൊക്കെ പരേതന്റെ മരണവീട്ടിലും പൊതുമധ്യത്തിൽ യാതൊരു പ്രയാസവുമില്ലാതെ ഇറങ്ങി നടപ്പുണ്ട്. ഇവിടെ ലക്ഷങ്ങൾ കോഴപ്പണം വാങ്ങിയെന്ന് മുദ്രപത്രത്തിൽ എഴുതിവെച്ച തെളിവുള്ള ഒരു കോൺഗ്രസ് MLAയെക്കുറിച്ച് CPM DYFI പ്രവർത്തകരുടെ മാത്രം പ്രതിഷേധം കേട്ടില്ലെന്ന് നടിച്ച് കൂസലില്ലാതെ തിരിച്ചുകൊണ്ട് സമൂഹത്തിൽ സുഖമായി വിഹരിക്കുന്നു. ഇന്ന് IC ബാലകൃഷ്ണന് 17 ലക്ഷം രൂപ കൊടുത്തുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഐസക് താമരച്ചാലിൽ എന്ന മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. കൈരളി TV മാത്രം കാര്യമായി വാർത്ത നൽകുന്നുണ്ട്. 2 നാൾ, കൂടിപ്പോയാൽ 3 നാൾ. ഇപ്പോൾ വാർത്ത കൊടുത്തെന്ന് വരുത്തുന്ന മറ്റു മാധ്യമങ്ങൾക്ക് എത്തേണ്ടത് കൃത്യമായി എത്തിയാൽ കൈരളിയും ദേശാഭിമാനിയും മാത്രമായി ഒരു സൈഡിൽ നിന്ന് ഇത് പറയുന്നുണ്ടാകും. കണ്ണൂരിൽ PP ദിവ്യ എന്ന CPMകാരിയായ വനിതയെ തൂക്കിലേറ്റാൻ പറയാൻ ഗോവിന്ദച്ചാമി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. IC ബാലകൃഷ്ണൻ എന്ന വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെ പേര് താമരശ്ശേരി ചുരമിറങ്ങാതെ കാക്കും പ്രബുദ്ധ നിഷ്പക്ഷ സാമൂഹ്യ കേരളം. ഇതായിരുന്നു പോരാളി ഷാജി പങ്കുവച്ച പോസ്റ്റ്. ഈ IC ബാലകൃഷ്ണനെയും NM വിജയനെക്കുറിച്ചുമുള്ള വാർത്തകളൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൂഴ്ത്തിയാലും ഓൺലൈൻ മാധ്യമങ്ങൾ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട് പോരാളി ഷാജി. അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. അതാണ് ആവശ്യം. പിണറായി വിജയന്റെ കക്ഷത്താണല്ലോ കേരള പോലീസും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം. കോൺഗ്രസ് നേതാവ് കാരണമാണ് NM വിജയനും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്തതെങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണം നടത്തി അവരെ ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പിണറായി വിജയൻ പോലീസിന് കഴിയണം. അതൊരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിൽ കോൺഗ്രസുകാർ ഉൾപ്പെടുന്ന എത്ര കേസുകളിലാണ് നിങ്ങളുടെ പോലീസ്, അതായത് പിണറായി വിജയന്റെ പോലീസ് കേസ് എടുക്കുന്നത്? അതും ഒരു ചോദ്യമാണ്. ഒത്തുകളിയല്ലേ അവിടെ നടക്കുന്നത്? അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പാലം ഇട്ടുകൊണ്ടുള്ള ചില കളികളാണ് നടക്കുന്നത്. അതുകൊണ്ട് പോരാളി ഷാജി അതും ഇതും തമ്മിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കരുത്. പോരാളി ഷാജി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കേരള സമൂഹത്തിന് അത്ര ദഹിക്കുന്നതല്ല. നിങ്ങൾ വളരെ ലാഘവത്തോടെയാണ് നവീൻ ബാബുവിന്റെ കേസിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ കുടുംബത്തെ വീണ്ടും നിങ്ങൾ വേട്ടയാടാൻ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും നിലനിൽക്കില്ല എന്ന്. എങ്ങനെയാണ്, ഏത് നിയമ വിദഗ്ധനാണ് ഈ പോരാളി ഷാജിയോട് ഇത്തരത്തിലൊരു കേസ് നിലനിൽക്കില്ല എന്ന് പറയുന്നത്? കേസിന്റെ തലം തന്നെ മാറിയിട്ടുണ്ട് പോരാളി ഷാജി. കാരണം ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റമല്ല, ഇത് ഒരു കൊലപാതകമാണ്, കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള തരത്തിലേക്കുള്ള തെളിവുകൾ വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ മാത്രം ദിവ്യയുടെ പേരിൽ വരുന്നത്? പിന്നെ പോരാളി ഷാജി കുറിച്ചിരിക്കുന്നതാണ്, ആത്മഹത്യ ചെയ്തയാൾ കളക്ടർ അല്ല, PP ദിവ്യ ആരെയും കൊന്നിട്ടുമില്ല. കളക്ടർ എന്നല്ല, ഒരു സാധാരണക്കാരനെയാണ് നിങ്ങളുടെ നാവിന്റെ മൂർച്ച കൊണ്ട് കൊന്നെറിഞ്ഞതെങ്കിലും അതും ഇവിടെ പറയണം. നവീൻ ബാബു ഒരു ചെറിയ ഉദ്യോഗസ്ഥനല്ല, ADM പദവിയിലിരുന്ന ഒരാളാണ്. അതുകൊണ്ട് നവീൻ ബാബുവിന്റെ മരണത്തെ അങ്ങ് ലാഘവത്തോടെ കാണാനും വെറും നിസ്സാരം പോലെ എഴുതി തള്ളാനും പോരാളി ഷാജിമാരെ പോലുള്ള നാലാംകിട CPMകാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം നിങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് PP ദിവ്യയാണ്. നിങ്ങൾക്കൊരു വലിയ മാഫിയ സംഘത്തെ, കണ്ണൂരിലെ ഒരു വലിയ പ്രബല മാഫിയ സംഘത്തെ സംരക്ഷിച്ചു നിർത്തണം. അതിന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ദിവ്യ പാവാടാന്ന്. എന്നാൽ കേരള സമൂഹത്തിന് ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ കേസിൽ നടന്നിരിക്കുന്നതെന്ന്, ആ മനുഷ്യനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് ഉള്ളതിന് ഇനി എന്ത് തെളിവാണ് വേണ്ടത്? നിങ്ങൾ എന്തിനാണ് CBI അന്വേഷണത്തെ ഭയക്കുന്നത്? പോരാളി ഷാജിയോട് നിസ്സാരമായി ചോദിക്കാനുള്ളത്, എന്തിനാണ് നവീൻ ബാബുവിന്റെ ഭാര്യ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്കും പിണറായി വിജയനും പൊള്ളിയത്? തൊട്ടു പിന്നാലെ CBI അന്വേഷണം വേണ്ട എന്ന് വിറളി പിടിച്ചിവർ പറഞ്ഞത് എന്തിനാണ്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ നവീൻ ബാബുവിന്റെ വിഷയവും വയനാട്ടിൽ DCC
ട്രഷറർ ആത്മഹത്യ ചെയ്തതും തമ്മിൽ കൂട്ടിക്കെട്ടുമ്പോൾ ഈ ഒരു പഴുതിലൂടെ അങ്ങ് ദിവ്യയെ സംരക്ഷിച്ചെടുക്കാൻ നോക്കരുത്. പിന്നെ വയനാട്ടിൽ നടന്ന സംഭവത്തിൽ കൃത്യമായ അന്വേഷണമാണ് ആവശ്യമുള്ളത്. അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്താണ് അതിന് പിന്നിലെ നിജസ്ഥിതി, ഇതെല്ലാം അറിഞ്ഞ് IC ബാലകൃഷ്ണനല്ല ഏത് കൊമ്പത്തിരിക്കുന്ന ആളാണെങ്കിലും അയാളെയും തൂക്കി അകത്തിടണം. അതിന് നിങ്ങളുടെ പിണറായി പോലീസിനോട് പറയണം. അല്ലാതെ ഈ പിണറായി പോലീസിന് ചില കാര്യങ്ങളിൽ ഇടതും വലതും തമ്മിലുള്ള ഒത്തുകളിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ആർക്കും മനസ്സിലാകാത്തതല്ല. ഈ പറയുന്ന നിങ്ങളുടെ നേതാക്കൾ അധികാരത്തിലിരിക്കുന്ന, അതായത് വലതിന്റെ കയ്യിലിരിക്കുന്ന ചില സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പും വെട്ടിപ്പും നടന്നല്ലോ. അതിലെന്തുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ ഈ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല? തിരിച്ച് ഈ വലത് നേതാക്കൾ കരുവന്നൂർ ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളിൽ ഇടത് നടത്തിയ അഴിമതികളിൽ ഇപ്പോഴെന്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാക്കുന്നില്ല? അപ്പോൾ അത് ഒത്തുകളിയാണ്. അതുകൊണ്ട് അതും ഇതും തമ്മിൽ കൂട്ടിക്കെട്ടാൻ വന്ന് പോരാളി ഷാജി വെറുതെ നിന്ന് നാറരുത്. പിന്നെ നവീൻ ബാബുവിന്റെ ആത്മഹത്യ, അത് ആത്മഹത്യയല്ല, ദുരൂഹ മരണമാണ്. അതിൽ മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ചേർക്കാൻ പോരാളി ഷാജിമാരും മറ്റും വരരുത്. പിന്നെ നിങ്ങൾ സൈബർ ഇടത്തിൽ ഇപ്പോൾ ആ കുടുംബത്തിന് നേരെ അധിക്ഷേപകരമായ ഒരുപാട് കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ പോരാട്ടത്തിനിറങ്ങിയ നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്കെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയുന്നുണ്ട്. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം വേണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.